10 മണി നമുക്ക് ഈ രീതിയിലൊന്ന് കിളിപ്പിച്ചെടുത്താലോ? അതിന് വേണ്ടിയിട്ട് 10 മണിയുടെ നല്ല നീളമുള്ള 2 തണ്ടെടുക്കുക. തണ്ടെടുത്തിട്ട് ഇലകളെല്ലാം കളഞ്ഞ്, ഇതിൽ നിൽക്കുന്ന എല്ലാ ശിഖരവും കളഞ്ഞ് ചെറിയ ചെറിയ മുകുളങ്ങൾ വരും, അതെല്ലാം നുള്ളി കളഞ്ഞ് ഇതേ രീതി വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു കമ്പി വളച്ചെടുത്ത് അതൊരു ചെറിയ പൈപ്പിൻ്റെ അകത്തൂടെ ഇറക്കി നടുക്ക് വെച്ച് മണ്ണിട്ട് ഇതേമാതിരി ഉറപ്പിക്കണം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് നിങ്ങൾക്ക് എന്തുമാത്രം നീളം വേണോ ആ രീതി ബോട്ടിൽ റൗണ്ടിനെ കണ്ടിച്ചെടുത്തിട്ട് ഒരു കമ്പി ഇതേപോലത്തെ ഒരു കമ്പി വളച്ച് ഇതിനകത്തേക്ക് ഇറക്കി പൈപ്പ് ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് മണ്ണിട്ട് ഇമാതിരി ഉറപ്പിക്കണം. എന്നിട്ടിത് നമ്മൾ നട്ടു വെച്ച ഈ 10 മണി ഇതിലേക്ക് നടണം. ഇതേപോലെ നട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ ഈ തണ്ടുകളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത് നല്ല രീതിയിൽ കിളുത്ത് വരുമ്പോൾ ആ റൗണ്ടിനെ ആയിക്കോളും. ഇനി വേറൊരു രീതിയാണ്, ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, ആ ഭാഗമാണിത്, കണ്ടോ? എന്നിട്ട് ഇതേപോലെ തന്നെ 10 മണിയുടെ തണ്ടുകളെടുത്ത് വൃത്തിയാക്കി നല്ല നീളമുള്ള തണ്ടുകൾ നോക്കിയെടുക്കണേ. കണ്ടോ? ഈ ഹോളിൻ്റെ അകത്തൂടെ ഇറക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് നൂല് വെച്ച് ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ കെട്ടിവെക്കുക. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന സ്റ്റിക്കറുണ്ടല്ലോ, അതങ്ങ് പറിച്ച് കളയണം. പിന്നെ ഇവത്തിൽ പെയിൻറ്റ് ചെയ്യാൻ അറിയാവുന്നവർ നല്ല രീതിയിൽ ഈ ബോട്ടിലിൻ്റെ പുറംഭാഗം പെയിൻറ്റ് ചെയ്തെടുത്താൽ വളരെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഞാൻ ആ പ്ലാസ്റ്റിക് നൂല് വെച്ച് ഇത് കെട്ടിവെച്ചേക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് മണ്ണിനടി അകത്തേക്ക് ഇത് നടാം. ഞാൻ ഇവിടെ മണ്ണ് കുറച്ചെങ്കിലും കൂന കൂട്ടി വെക്കുവാണ്, കാരണം ഇതിനകത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ചുറ്റിനും മണ്ണിടാം. അങ്ങനെ 2 മണ്ണിട്ട് അങ്ങനെ 2 മെത്തേഡ് ഞാനിപ്പോൾ കാണിച്ചു. ഇനി ആ കട്ട് ചെയ്ത പ്ലാസ്റ്റിക് കുപ്പിയുടെ
ഒരു മുകൾ ഭാഗം ഇവിടെ കിടപ്പുണ്ട്. ഇത് അതിൻ്റെ സ്റ്റിക്കർ അങ്ങ് പറിച്ച് കളയണം. എന്നിട്ട് നമ്മൾ ആ 10 മണി നേരത്തെ നട്ട അതേപോലെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ നടാം. ഇതാ ഈ രീതിയിലൊന്ന് നട്ട് നോക്കാം. ഉണ്ടോ? ആ പൂവ് എനിക്ക് പറിച്ച് കളയാനൊരു വിഷമം, അത് കാരണം കൊണ്ടാണ് അത് കളയാതെ. ഇന്ന് വൈകിട്ടത്തേക്ക് അതങ്ങ് പൊയ്ക്കോളും. കണ്ട, പൂവില്ലാത്ത തണ്ടെടുക്കാമെന്ന് വെച്ചാൽ എല്ലാത്തിലും നിറച്ച് മുട്ടും പൂവും എല്ലാം കൂടെ നിൽക്കുന്നു. അപ്പം പിന്നെ നല്ല ലെങ്തുള്ള തണ്ടും വേണ്ടേ, അത് കാരണം കൊണ്ടാണ്. കാണുന്നുണ്ടോ നിങ്ങൾ? അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ എടുക്കേണ്ടി വന്നത്. നല്ല ലെങ്തുള്ള തണ്ട് വേണമല്ലോ. ഇനി നമ്മളിത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ചെയ്തതുപോലെ ഇതേമാതിരി കെട്ടിവെക്കാം. എന്നിട്ട് ഈ പോട്ടിനകത്തേക്ക് മണ്ണിടണം. എന്നിട്ട് ഇതേമാതിരി എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇത് കിളുത്ത് നിൽക്കുമ്പോൾ നിന്നും എല്ലാം വന്ന് നിറയെ പൂവാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിനകം നിറച്ച അന്നപ്പോൾ ഇവിടെ ഒന്നും ബോട്ടിലൊന്നും കാണത്തില്ല, ഇല കൊണ്ട് മൂടി ഇങ്ങനെ നല്ല രസമായിരിക്കും. അത് കിളുത്ത് വരാൻ നിങ്ങളും ചെയ്യുക. അങ്ങനെ എൻ്റെ വീഡിയോ ഈ 3 ടൈപ്പ് മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരും വരെയും ബൈ.